ഹലോ എവരി വൺ. എൻ്റെ സെമിനാർ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റെപ്സ് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് ജസ്റ്റ് ഇൻ ടൈം ആണ്. അപ്പോൾ ഈ സ്റ്റെപ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് ജസ്റ്റ് ഇൻ ടൈം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാം. സോ ഇൻവെൻട്രീസിനെ മാനേജ് ചെയ്യുന്ന ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് JIT എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സീറോ ലെവൽ ഓഫ് ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ്. ആ ഒരു നെയിം സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ എപ്പോഴാണോ ആ ഒരു ഓർഗനൈസേഷനിൽ മാനുഫാക്ചറിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ജസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് സപ്ലയറിൽ നിന്നോ അല്ലെങ്കിൽ വെൻഡറിൽ നിന്നോ ആ ഒരു റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കമ്പോണൻസ് പർച്ചേസ് ചെയ്യുന്നതിനെയാണ് ഈ ജസ്റ്റ് ഇൻ ടൈമിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ബേസിക്കലി ഒരു മാനേജ്മെൻറ്റ് ഫിലോസഫിയാണ്. അതായത് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ റൈറ്റ് പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അതുവഴി മാനുഫാക്ചറിങ് വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നത് സ്ട്രൈവ് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് ഫിലോസഫിയാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ സ്റ്റോക്ക്ലെസ് സിസ്റ്റം, സീറോ ഇൻവെൻറ്ററി സിസ്റ്റം, ലീൻ പ്രൊഡക്ഷൻ സിസ്റ്റം അല്ലെങ്കിൽ കാൻവാൻ സിസ്റ്റം എന്നിങ്ങനെ പല പേരുകളിലും ഈ ഒരു JIT അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ JIT ഫസ്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ജാപ്പനീസ് മോട്ടോർ കമ്പനിയായിട്ടുള്ള ടൊയോട്ടയാണ്. നമുക്കിനി അടുത്തതായിട്ട് സ്റ്റെപ്സ് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് JIT എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ JIT ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം ആ ഒരു ഓർഗനൈസേഷനിൽ തന്നെ ഒരുപാട് മോഡിഫിക്കേഷൻസിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അതായത് ആ ഒരു ഓർഗനൈസേഷനിലെ മെത്തേഡ്സ് മാറ്റണം, അല്ലെങ്കിൽ പ്രോഗ്രാംസ് മാറ്റേണ്ടി വരുന്നുണ്ട്, പ്രോസസ്സസ്, അതുപോലെ തന്നെ പോളിസീസ്, അങ്ങനെ പല കാര്യങ്ങളിലും വളരെ ബിഗ്ഗായിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് വേണം നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ ഈ JIT ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തെല്ലാം സ്റ്റെപ്സിലൂടെ വേണം അത് കടന്നു പോകുന്നത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡ്രോ അപ്പ് എ പ്ലാൻ. Someone within the organization needs to own the process of implementing JIT. അതായത് നമ്മളിപ്പോൾ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെയാണ് നമ്മൾ JIT ആ ഒരു ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഒരു ഓർഗനൈസേഷനിലെ ഏതെങ്കിലും ഒരു വ്യക്തി അതുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് പ്ലാന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. ആ ഒരു പ്ലാനിലൂടെ ആ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യാം, ആ ഒരു JIT ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു ഇംപ്ലിമെൻറ്റേഷൻ റൂട്ട് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു ബിസിനസ്സിനെ പെട്ടെന്ന് തന്നെ അതിന് ആ JIT ഒപ്റ്റിമൈസ് ചെയ്തെടുക്കാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഇനി അടുത്താണ് കമ്മ്യൂണിക്കേറ്റ് JIT പ്ലാൻസ് ടു വർക്ക് ഫോഴ്സ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്തു. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ ആ ഒരു ഓർഗനൈസേഷനിലെ വർക്ക് ഫോഴ്സുമായിട്ട് ഈ ഒരു JIT പ്ലാൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ ഇംപ്ലിമെൻറ്റിംഗ് JIT ഇസ് എ ബിഗ് ചേഞ്ച് ആൻഡ് that will require the participation of workforce. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ JIT ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഒരു ബിഗ് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ്. അതിൽ ആരുടെ പാർട്ടിസിപ്പേഷനും കൂടി വരുന്നുണ്ട്, വർക്ക് ഫോഴ്സിൻ്റെ പാർട്ടിസിപ്പേഷനും കൂടി വരുന്നുണ്ട്. സോ ദ JIT പ്ലാൻ ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ഓൾ ഇൻ ദി ഓർഗനൈസേഷൻ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ്. അതുകൊണ്ട് തന്നെ ആ ഒരു JIT പ്ലാനിനെ കുറിച്ചിട്ട് ആ ഒരു ഓർഗനൈസേഷനുള്ള എല്ലാവരുമായിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഈ ഒരു JIT ഇംപ്ലിമെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് മേ ബി ചില കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു JITയിലൂടെ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഒരു ഇൻവെൻട്രി ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻവെൻട്രി ലെവൽസിന് ആ ഒരു ബേസിക്കലി ഉള്ള ആ ഒരു ഇൻവെൻട്രി ലെവൽസിനെ കുറച്ചുകൊണ്ടുള്ള ആ ഒരു സിസ്റ്റത്തിലോട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് മേ ബി ചില സമയത്ത് ആ ഒരു ഓർഗനൈസേഷനിൽ ബഫർ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയുള്ള പ്രോബ്ലംസ് വരാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സപ്ലൈ ചെയിനുമായിട്ടൊരു ഫെയർ ഡിഗ്രി ഓഫ് ട്രസ്റ്റ് കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അടുത്താണ് ഡാറ്റ ഗാദറിംഗ് ആൻഡ് വാലിഡേറ്റ് ഇൻവെൻട്രി ലെവൽസ്. അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ടുള്ളൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്തു, അത് വർക്ക് ഫോഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റ ഗാദറിംഗ് ആണ്. ഗാദറിംഗ് ആക്യുറേറ്റ് ഡാറ്റ റിലേറ്റിംഗ് ടു ഇൻവെൻട്രി ലെവൽ ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ദിസ് ഈസ് എ ക്രൂഷ്യൽ ടാസ്ക്. ആക്ച്വലി ഇതെന്ന് പറഞ്ഞൊരു ക്രൂഷ്യൽ ടാസ്ക് ആണെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഇൻവെൻട്രി ലെവൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ, അതുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് കളക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു JITനെ കുറിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പാണ് എസ്റ്റാബ്ലിഷ് എ പ്രൊഡക്ഷൻ പ്ലാൻ. നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്തത് ഒരു JIT പ്ലാനാണ്. അതുപോലെ തന്നെയാണ് ഒരു പ്രൊഡക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. സം ഫോം ഓഫ് പ്രൊഡക്ഷൻ പ്ലാൻ ഈസ് എസ്റ്റാബ്ലിഷ് ഡിറ്റർമൈനിങ് ഓപ്റ്റിമം പ്രൊഡക്ഷൻ ലോട്ട് സൈസസ് ആൻഡ് ലീഡ് ടൈം നീഡ്സ് ദാറ്റ് ക്യാൻ ബി ഫെഡ് ത്രൂ സപ്ലയേഴ്സ്. അപ്പോൾ നമ്മളൊരു പ്രൊഡക്ഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ എന്ത് തന്നെയായിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മളൊരു കറക്റ്റായിട്ടൊരു പ്ലാനിങ് അതിലുണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം, അതിന് എത്ര റോ മെറ്റീരിയൽസ് വരും, അതിന് എത്ര ടൈം എടുക്കും, അതുപോലെ തന്നെ അതിന് എത്ര വർക്ക് ഫോഴ്സ് വേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു പ്രൊഡക്ഷൻ പ്ലാന് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് ഉണ്ട്. അതാണ് ഇതിൽ ഈ ഒരു സ്റ്റെപ്പിൽ പറയുന്നത്. ഇനി അടുത്താണ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ സപ്ലൈ ചെയിൻ. അപ്പോൾ നമ്മൾ വർക്ക് ഫോഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇനി അടുത്തൊരു JIT പാർട്ടിസിപ്പൻ്റ് ആണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സപ്ലയേഴ്സ് എന്ന് പറയുന്നത്.
Key to JIT is a well-established relationship with the supply chain. Suppliers must have the ability to deliver schedule against requirements. അതായത് നമ്മൾ ഈ സപ്ലയേഴ്സുമായിട്ട് നമ്മളൊരു ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമാണ് നമ്മൾ JIT വളരെ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു സപ്ലയേഴ്സിന് എന്തുണ്ടായിരിക്കണം, നമ്മുടെ റിക്വയർമെൻറ്റ്സിന് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ റിക്വയർമെൻറ്റ്സിന് അനുസരിച്ചിട്ടുള്ള സപ്ലൈ റോ മെറ്റീരിയൽസിൻ്റെ സപ്ലൈ നടത്താനുള്ള എബിലിറ്റി കൂടെ ആ ഒരു ഓർഗനൈസേഷന് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ സപ്ലൈ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം, റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. സോ അത് എൻഷുർ ചെയ്യാനായിട്ട് ഓർഗനൈസേഷനിൽ ഒരു പ്രോസസ്സ് തന്നെ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സപ്ലൈ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് നടക്കുന്നത് എന്നുള്ളത് റിവ്യൂ ചെയ്യുകയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂസിനെ റിസോൾവ് ചെയ്യാനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോസസ്സ് തന്നെ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവണം. അടുത്തതാണ് എസ്റ്റാബ്ലിഷ് എ മെറ്റീരിയൽ സിഗ്നലിംഗ് പ്രോസസ്സ്. Another key step is to consider using Kanban system is to act as a signal for material replenishment. അതായത് ഇതിന് മുമ്പുള്ള എല്ലാ സ്റ്റെപ്സും നമ്മൾ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ കാൻബാൻ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഒരു JIT സിസ്റ്റത്തിന് ഈ മെറ്റീരിയൽ റീപ്ലനിഷ്മെൻറ്റിനുള്ള ഒരു സിഗ്നലായിട്ട് ആക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പിൽ പറയുന്നത്. ഇനി അടുത്തതാണ് ഡോക്യുമെൻറ്റ് പ്രോസസ്സസ് ആൻഡ് ട്രെയിൻ സ്റ്റാഫ്. It is necessary to ensure that JIT plan is well documented and that processes are known by all participants. അതായത് നമ്മൾ ഈ പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തതിനു ശേഷം ആ ഒരു ഓർഗനൈസേഷൻ എൻഷുർ ചെയ്തിട്ടുണ്ടാവണം. അതായത് ആ ഒരു JIT പ്ലാൻ എന്ന് പറയുന്നത് വെൽ ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു JIT പാർട്ടിസിപ്പൻസിന് എല്ലാവർക്കും ആ ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ട് നോളേജും ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു ഓർഗനൈസേഷന് വീണ്ടും ഈ ഒരു സ്റ്റാഫ്സിനെ ട്രെയിൻ ചെയ്യാനുള്ള ഒരു റിക്വയർമെൻറ്റിനെ കുറിച്ച് അവർക്ക് ഓവർലുക്ക് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അതുപോലെ തന്നെ ഈ ഒരു JIT ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ പെർഫോമൻസിനെ മോണിറ്റർ ചെയ്യുകയും അതുപോലെ തന്നെ അതിലെന്തെങ്കിലും വീക്ക് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ റിസോൾവ് ചെയ്യാനായിട്ട് മേ ബി ഫർദർ ട്രെയിനിങ് പോലുള്ള കാര്യങ്ങളിലേക്ക് ആ ഒരു ഓർഗനൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്തത് എന്താണ് JIT എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ എന്തെല്ലാം സ്റ്റെപ്സാണ് JIT ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് വരുന്നതെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ JIT എന്ന് പറയുന്നത് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് 0 ലെവൽ ഓഫ് ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ്. അതായത് എപ്പോഴാണ് ആ ഒരു ഓർഗനൈസേഷൻ മാനുഫാക്ചറിങ് പ്രോസസ്സ് നടത്തുന്നത് അതിന് ജസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു സപ്ലയറിൽ നിന്നും അല്ലെങ്കിൽ വെൻഡറിൽ നിന്നും ആ ഒരു റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതിനെയാണ് JIT എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് JIT. അതാണ് സ്റ്റോക്ക്ലെസ് സിസ്റ്റം, സീറോ ഇൻവെൻട്രി സിസ്റ്റം, ലീൻ പ്രൊഡക്ഷൻ സിസ്റ്റം, കാൻബാൻ സിസ്റ്റം. ഓക്കെ, ഇനി കുറേ സ്റ്റെപ്സ് വരുന്നുണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡ്രോ അപ്പ് എ പ്ലാൻ. സെക്കൻഡ് വൺ കമ്മ്യൂണിക്കേറ്റ് JIT പ്ലാൻസ് ടു വർക്ക് ഫോഴ്സ്. തേർഡ് വൺ ഡാറ്റ ഗാദറിംഗ് ആൻഡ് വാലിഡേറ്റ് ഇൻവെൻട്രി ലെവൽസ്. ഫോർത്ത് വൺ എസ്റ്റാബ്ലിഷ് എ പ്രൊഡക്ഷൻ പ്ലാൻ. ഫിഫ്ത്ത് വൺ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദി സപ്ലൈ ചെയിൻ. Sixth one, establish a material signaling process. And seventh one, document processes and train staff. Okay, thank you.